തെളിവുണ്ടാക്കുന്നതിൽ മാത്രമല്ല തെളിവ് നശിപ്പിക്കുന്നതിലും ബിരുദാനന്തര ബിരുദധാരികളായ കമ്മിക്കൂട്ടം ഒളിപ്പില്ലായ്മയിൽ PhD-ക്കാരുമാണെന്നത് പകൽ പോലെ സത്യം. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഏത് ചെറ്റത്തരവും കാണിക്കാൻ ഒളിപ്പിന്റെ ലേശമില്ലാത്ത ഇക്കൂട്ടർ ചെയ്തിട്ടുള്ള കൊള്ളരായ്മകൾ എണ്ണിയാൽ ഒടുങ്ങില്ല. അവർക്കെതിരെ അഴിമതി ആരോപണവും തെളിവുകളും എപ്പോഴൊക്കെ വരുന്നു അപ്പോഴൊക്കെ ഉണ്ടാവും ഒരു തീപിടുത്തം. സംശയമുണ്ടോ? രണ്ടാം പിണറായി സർക്കാരിന്റെ ആരംഭം. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യനും ഓഫീസും പ്രതിസ്ഥാനത്ത്, മുഖ്യന്റെ അപരൻ ശിവശങ്കരൻ മുഖ്യപ്രതിയും. ഒട്ടും വൈകിയില്ല ഒരു കമ്മി സ്പോൺസേഡ് തീപിടുത്തം പ്രോട്ടോകോൾ ഓഫീസിന് തന്നെ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ അപ്പാടെ ചാരമായി. CC ക്യാമറകളാകട്ടെ ഇടിവെട്ടിയും പോയി. 2023 AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ടുണ്ടായ വൻ കൊള്ള കത്തി നിൽക്കുമ്പോൾ അതാ കത്തുന്നു ഈ വകുപ്പിന്റെ, അതായത് വ്യവസായ വകുപ്പിന്റെ തലവൻ P. രാജീവിന്റെ ഓഫീസ്. തീർന്നില്ല. 2023 മാർച്ച് കൊച്ചിയുടെ ശാപമായ ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരം എവറസ്റ്റ് ഉയരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുവെന്നും പ്രദേശവാസികൾക്ക് ജീവിക്കാൻ കഴിയാത്തത്ര മലിനമായിരിക്കുന്നു വായുവും മണ്ണും ജലവും എന്നും അതിനാൽ മുൻ മേയർ ടോണി ചെമ്മണി കേന്ദ്ര ഹരിത ട്രൈബ്യൂണലിൽ ഒരു പരാതി കൊടുക്കുന്നു. അതാ പടരുന്നു അണയാത്ത തീ. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള KSIDC കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ തീരുമാനപ്രകാരം സോണ്ട ഇൻഫ്രാടെക് എന്ന കർണാടക കമ്പനിക്ക് ടെൻഡർ കൊടുത്തിരുന്നതാണ് മാലിന്യ നിർമ്മാർജ്ജനം. കരാറിൽ പറഞ്ഞിരുന്നതിന്റെ 10-1 വേഗത്തിൽ പോലും മാലിന്യം നീങ്ങാതെ വന്നതിന്റെ വെളിച്ചത്തിലാണ് മുൻ മേയർ പരാതി കൊടുത്തത്. സോണ്ട ഇൻഫ്രാടെക് എന്ന കടലാസ് കമ്പനി ഉടമ രാജ്കുമാർ ചെല്ലപ്പൻ പിള്ളയാകട്ടെ മുൻ LDF കൺവീനർ വൈക്കം വിശ്വന്റെ മരുമകനും. മാലിന്യ നിർമ്മാർജ്ജനത്തിലും സംസ്കരണത്തിലും വേണ്ടത്ര ടെക്നോളജിയോ പരിചയമോ ഇല്ലാത്ത വെറും കടലാസ് കമ്പനിയാണ് സോണ്ട ടെക് എന്ന് മുഖ്യനും കൂട്ടർക്ക് നന്നായി അറിയാമായിരുന്നു. കാരണം സോണ്ട ടെക് സബ് കോൺട്രാക്ട് കൊടുത്ത് വേറെ ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കുന്നതായിരുന്നു എന്നതിനാൽ തന്നെ. സ്വജനപക്ഷപാതവും പൊതുമുതൽ നശിപ്പിക്കലും കൈയിട്ട് വാരലും മറയ്ക്കാൻ തെളിവ് നശിപ്പിക്കലെന്ന വിദ്യ മാത്രമല്ല ബ്രഹ്മപുരത്ത് പ്രയോഗിച്ചത്. മാലിന്യം നീക്കം ചെയ്യാൻ പെട്രോൾ ഒഴിച്ച് തീയിടുക എന്ന എളുപ്പ വഴി കൂടിയായിരുന്നു അത്. കഥ അവസാനിക്കുന്നില്ല. പട്ടിണി, വിലക്കയറ്റം, കൊലപാതകം, കെടുകാര്യസ്ഥത, കൈയിട്ട് വാരൽ തുടങ്ങിയ വിഷയങ്ങളുടെ പഞ്ചാഗ്നി മധ്യത്തിൽ എരിയുമ്പോഴും മുഖ്യൻ അപ്പുറവും ഇപ്പുറവുമായി 2 വീണകൾ വായിച്ചു രസിക്കുകയാണല്ലോ. അതിലൊരു വീണ, അതായത് ആരോഗ്യമന്ത്രി എന്ന വീണ, അവരുടെ മരുന്ന് പർച്ചേസ് അഴിമതിയുടെ അഗ്നിജ്വാലയിലാണ് ആദ്യം കൊല്ലത്തും വെറും 6 ദിവസങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം തുമ്പയിലുമായി 2 ഡ്രഗ്സ് ഗോഡൌണുകൾ കോടിക്കണക്കിന് രൂപ പൊതുഖജനാവിന് നഷ്ടം വരുത്തിക്കൊണ്ട് കത്തിച്ച് അമ്പലായത്. കൊല്ലത്തേത് മാത്രം 9 കോടിയുടെ വരും എന്നാണ് കണക്ക്. എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകൾ വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ട് തുക പെരുപ്പിച്ചു കാട്ടി വൗച്ചർ എഴുതി കോടികൾ തട്ടിയെടുക്കുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തക വീണ നായർ ലോകായുക്തയ്ക്ക് പരാതി കൊടുക്കുന്നു. ലോകായുക്ത പരിശോധനയ്ക്ക് അതാ വരുന്നു. പിന്നെ ഒട്ടും വൈകിയില്ല. വെറും 6 ദിവസത്തെ ഇടവേളയിൽ KMSCL-ന്റെ, അതായത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സർക്കാർ കമ്പനിയുടെ 2 മരുന്ന് ഗോഡൌണുകൾക്ക് ഒരേ രീതിയിൽ തീപിടിക്കുന്നത്. തുമ്പയിലേതാകട്ടെ നല്ലൊരു ചെറുപ്പക്കാരന്റെ രഞ്ജിത്തിന്റെ ജീവനും കൂടിയാണ് കാരണഭൂതന്റെ അനുഗ്രഹാശിസുകളോടുകൂടി ആരോഗ്യമന്ത്രി കൊളുത്തിയ അഴിമതി ജ്വാലയിൽ വെന്തെരിഞ്ഞത്. വീണ ജോർജ് എന്ന മുഖ്യന്റെ മാനസപുത്രയുടെ സുതാര്യവും ജനക്ഷേമകരവുമായ മരുന്ന് പർച്ചേസ് ഇടപാടുകൾ കുരിശാവുമെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് 2 വർഷത്തിനിടയിൽ KMSCL-ന് 9 MD-മാർ മാറി മാറി വന്നതും നിയമിക്കപ്പെട്ടവർ ഓരോരുത്തരുമായി അഴിമതിക്കുരുക്കിൽ പെടുമുമ്പേ ജീവനും കൊണ്ട് ഓടിയതും. തെളിവ് നശിപ്പിക്കൽ കലാപരിപാടിയിൽ ഒടുവിലെത്തിയതും ഏറ്റവും പുതിയതുമാണ് യദു ഓടിച്ച ബസ്സിലെ CC ക്യാമറയിലെ മെമ്മറി കാർഡ് മോഷണം. അതിൽ അല്പം ബുദ്ധിമോശം വന്നു മേയറമ്മയ്ക്കും MLA-യ്ക്കും എന്ന് വേണം കരുതാൻ. എന്തെന്നാൽ ആ ഡിപ്പോയിലെ 4 വണ്ടികളിലായിരുന്നു CC ക്യാമറ ഉണ്ടായിരുന്നത്. അതിൽ 3-ലും മെമ്മറി കാർഡ് ഉണ്ടായിരിക്കുകയും വിവാദ ബസ്സിൽ മാത്രം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിലെ ഒരു അസ്വാഭാവികത, യുക്തിഹീനത അത് അത്രത്തോളം ചിന്തിച്ചില്ല ഈ ചെളിത്തലയന്മാർ. ചിന്തിച്ചിരുന്നെങ്കിൽ ബസ്സിനും തീടുകയേ ചെയ്യുമായിരുന്നുള്ളൂ. 100% അതുറപ്പ്. അല്പം ബുദ്ധിമോശം പറ്റിപ്പോയി കള്ളക്കൂട്ടത്തിന് ഇക്കാര്യത്തിൽ. രാജുവും രാധയും ആപത്തിൽപ്പെടുമ്പോഴൊക്കെ മായാവിയുടെ സഹായം തേടുന്നത് പോലെ മേയറമ്മ ലുട്ടാപ്പിയുടെ സഹായമാണ് തേടിയത്. ലുട്ടാപ്പിയുടെ ബുദ്ധി നിലവാരം നമുക്കറിയാമല്ലോ. അല്പം ചെളിയെങ്കിലും ആ തലയിൽ ഉണ്ടായിരുന്നെങ്കിൽ നിരവധി ചാനൽ ക്യാമറകൾക്കും പോലീസുകാർക്കും പൊതുജനങ്ങൾക്കും നടുവിൽ വെച്ച് സഹകമ്പനിയുടെ ആസ്ഥാനത്ത് ആക്രമിച്ച് സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമായിരുന്നു. ആ ലുട്ടാപ്പിയുടെ നേതൃത്വത്തിൽ നടന്ന അതീവ കുറ്റകരമായ ഗൂഢാലോചനയിലാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആര്യപുത്രൻ ബസ്സിൽ കയറിയിട്ടേയില്ല എന്ന ആര്യപുത്രിയുടെ മൊഴിയിൽ ഒതുങ്ങി പോകുമായിരുന്ന ആ ഒരു കുറ്റകൃത്യം കൂടി ലുട്ടാപ്പിയുടെ വാമൊഴി വഴക്കത്തിലൂടെയാണ് പുറത്തു ചാടിയത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നല്ലാതെ എന്തു പറയാൻ. ഈ സത്യമെന്ന് പറയുന്ന പുള്ളിയെ നഗ്നനായതിനാൽ പലപ്പോഴും ഒളിവിലും മറവിലുമാണെങ്കിലും ചില നിർണായക ഘട്ടങ്ങളിൽ തന്റെ നഗ്നതയും ലജ്ജയും ഓർക്കാതെ പുറത്തു ചാടിപ്പോവും. അങ്ങനെയാണ് ലുട്ടാപ്പിയുടെ വായിലൂടെ സത്യം വെളിയിൽ ചാടിയതും നാം കേട്ടതും കണ്ടതും. അതേ വളരെ രസകരമാണ്. എങ്ങനെയെന്നോ തന്റെ ഗൂഢാലോചന ഫലമായി നിർദ്ദേശത്തിലാണല്ലോ മെമ്മറി കാർഡ് അടിച്ചു മാറ്റപ്പെട്ടത്. അത് തന്റെ കമ്പ്യൂട്ടറിലിട്ട് ലുട്ടാപ്പി കാണുകയുണ്ടായി. അതിലത് ആര്യപുത്രൻ ബസ്സിനുള്ളിൽ കയറി മാസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു.
അത് അറിയാതെ മനസ്സിലെ മെമ്മറി കാർഡിൽ അങ്ങ് സേവ്ഡ് ആയിപ്പോയി. അത് അവിടെ കിടന്ന് അങ്ങനെ മിന്നുമ്പോഴാണ് ചാനൽ ചർച്ചയിലെ ഊളത്തരം വിളമ്പൽ മേളയിൽ അറിയാതെ അത് വിളമ്പിപ്പോയതും. അപ്പൊ പിന്നെ വെള്ളപൂശിയെ പറ്റൂ. ഓൺ ദ സ്പോട്ട് ഒരു സ്പാർക്ക് MLA ബസ്സിൽ കയറി. സഖാവെ എ ടിക്കറ്റ് ടു കന്റോൺമെന്റ് സ്റ്റേഷൻ. ടിക്കറ്റ് വാങ്ങി ഡബിൾ ബെൽ കൊടുത്തു. വണ്ടി മുന്നോട്ടങ്ങനെ പോവുകയാണ്. യാത്രക്കാരെ ആരെയും ഇറക്കി വിട്ടുമില്ല. എങ്ങനെയുണ്ട് ഇത്തിരക്കഥ? അമ്പട ഭയങ്കര. മായാവിയിൽ മമ്മൂക്കോയ മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് പറയുന്നത്, എടാ പഹയ, എന്നാ പിന്നെ അനക്കൊരു കവിത എഴുതിക്കൂടെ എന്ന ചോദ്യമാണ് ഓർമ്മ വരുന്നത്. ഇപ്പൊ പോലീസ് അതാ കണ്ടക്ടർ ബിനുവിനെ ചോദ്യം ചെയ്യുന്നു. മെമ്മറി കാർഡ് കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് പാവം നമ്മൾ ചിന്തിക്കും. അതൊന്നുമല്ല, മെമ്മറി കാർഡ് എന്ന വസ്തു ഉണ്ടായിരുന്നേയില്ല എന്നതിന് തെളിവുണ്ടാക്കാനും പറയിപ്പിക്കാനും ആകണം. ഏതായാലും യദുവിനെയും നമ്മളെയും കടവുളേ കാപ്പാത്തുങ്കോ എന്നല്ലാതെ എന്തു പറയാൻ.